കിയയുടെ ഏറ്റവും പുതിയൊരു മോഡൽ വെഹിക്കിൾ ഇറങ്ങിയേക്കുവാണ്. സബ് ഫോർമേറ്റർ ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള SUV ഒരു സ്റ്റൈലിംഗ് ഉള്ള സിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അപ്പം ഇതെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ബോക്സി ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഇപ്പം എനിക്കൊന്ന് പ്രൈസോ കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 9 lakhs മുതൽ സ്റ്റാർട്ടിങ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഈ ഒരു വെഹിക്കിൾ ഓവറോൾ കണ്ടു കഴിയുമ്പോഴത്തേക്കുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലുക്ക് നോക്കുമ്പോഴത്തേക്കും വളരെ ചെറിയൊരു ഒതുക്കമുള്ളൊരു കാറാണ്. ഇപ്പം നമുക്ക് കിയയുടെ തന്നെ സെൽറ്റോസ്, സോൺറ്റ് പറഞ്ഞിട്ടുള്ള മോഡൽസ് അറിയാമല്ലോ. ഒരുപാട് ഇപ്പോൾ ഒരു SUV വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന മോഡൽസ് ആണല്ലോ. സോ എന്തായാലും ഈ ഒരു സിറോസും ആ ഒരു കാറ്റഗറിയിലേക്ക് തന്നെ എത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇതിൻ്റെ കംഫർട്ട് ലെവൽ, അതേപോലെ ഇതിൻ്റെ ഡിസൈന്, പിന്നെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എല്ലാം കൊണ്ടും നല്ലൊരു പാക്കിലാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് എഞ്ചിൻ നോക്കുമ്പോഴത്തേക്കും സെയിം നമ്മുടെ കിയയ്ക്ക് ഉണ്ടായിരുന്ന മോഡൽസ് എഞ്ചിൻസ്, അതായത് 1.5 ലിറ്റർ GDA എഞ്ചിനും 1 ലിറ്റർ ടർബോ ചാർജ് ആയിട്ടുള്ള എഞ്ചിൻസ് ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻസിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ, ഫസ്റ്റ് ലുക്ക് കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഓവറോൾ സൈഡ് ലുക്ക് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഫ്രണ്ടിൽ ലുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ബോക്സി ടൈപ്പിലുള്ള ഡിസൈനാണ്. ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് നോക്കി ഇവിടുന്ന് ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഷേപ്പ് വന്നിട്ട് ഇവിടെ ചെറിയൊരു ബ്ലാക്ക് ഒരു ഗ്ലോസി ഫിനിഷുള്ള ഒരു ഇൻസേഷനൊക്കെ കൊടുത്തുകൊണ്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. പിന്നെ ലൈറ്റ്സ് നോക്കുമ്പോഴത്തേക്കും ഒരു 3 പോട്ട് ടൈപ്പ് ഒരു ലൈറ്റിംഗ് കാണാം. സൈഡിലായിട്ട് DRLs പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് അറ്റാച്ച് ടു നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഡിസൈനാണ്. ആ ഒരു സൈഡ് ഗാർഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള ഫീലിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഈ ബമ്പറിൻ്റെ ഭാഗങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഒരു മാറ്റ് ബ്ലാക്കിലുള്ള ആ ഒരു ഫിനിഷിലുള്ള ബമ്പേഴ്സ് കാണാം. 360 ക്യാമറ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫ്രണ്ടിൽ സെൻസേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇതൊരു യുണീക്ക് കളറായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നത്, കാരണം ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ളൊരു ബ്ലൂ കളർ തീമിലാണ് ഈ ഒരു വെഹിക്കിൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലായിട്ടൊരു ബ്ലാക്ക് തീമിലുള്ളൊരു കളറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് രണ്ടുമാണ് ഇപ്പോൾ ഇന്നിവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഇനി സൈഡ് ലുക്ക് നോക്കാം. സൈഡ് ലുക്കിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈഡാണ് കേട്ടോ. അപ്പോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബോക്സി ഡിസൈനിലുള്ള ഒരു വെഹിക്കിളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം അതിൽ നമുക്ക് ആ ഒരു ഷേപ്പും കാര്യങ്ങളും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഹൈറ്റ് ഫീൽ ഉണ്ട്. നമ്മൾ വണ്ടി അടുത്ത് നിൽക്കുമ്പോൾ തന്നെ കുറച്ചൊരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് സൈഡ് എലമെൻറ്റ്സ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വീൽസിലേക്ക് നോക്കുമ്പോൾ 17 ഇഞ്ച് വീൽസാണ്. അതിൽ തന്നെ ഡ്യുവൽ ടോൺ ഒരു അലോയ് വീൽസ് കാണാം. പുതിയൊരു ഡിസൈനിലാണ് അലോയ്സ് കാണുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ക്ലാഡിങ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവിടെ കണ്ട് ഒരു സ്ക്വയർ ഷേപ്ഡ് ആയിട്ട് കൊടുത്തിട്ട്, കാരണം ഇത് ഒരു SUV സ്റ്റൈലിംഗ് ഉള്ള വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ചെറിയ ഓഫ് റോഡ്സ് ഒക്കെ ചെയ്യാൻ പോയാലും പെട്ടെന്ന് സ്ക്രാച്ച് ആവാനുള്ള ഒരു പ്രവണത ഉണ്ടല്ലോ. അത് എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ഫിനിഷോട് കൂടിയിട്ടൊരു വലിയ രീതിയിലുള്ള സ്പേസിലാണ് ഈ ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും 360 ക്യാമറയുടെ ആ ഒരു ക്യാമറ പോർഷൻ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. പിന്നെ ഡോർ ഹാൻഡിൽസ് നോക്കുവാണെങ്കിൽ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് കാണുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് എല്ലാ മോഡൽസിലും ഈ ഒരു ടൈപ്പ് ഓഫ് ഡോർ ഹാൻഡിൽസ് ആണല്ലോ കാണുന്നത്. പിന്നെ ഗ്ലാസ് സൈഡ് നോക്കുമ്പോഴത്തേക്കും ഒരു സ്ക്വയർ ഷേപ്ഡ് അല്ല, ഒരു കേർവ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഷേപ്പാണ് കേട്ടോ ഇവിടുന്ന് കാണുന്നത്. റൂഫ് റെയിൽസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബാക്ക് ആൻഡ് ടു ഈ ഒരു ഫ്രണ്ട് വരെ രീതിയിലൊരു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വൈഡ് ആയിട്ടുള്ളൊരു സൺറൂഫ് ഏരിയ ഉണ്ട്. അത് നമുക്ക് ഇൻസൈഡ് നോക്കുമ്പോഴത്തേക്കും നോക്കാം. പിന്നെ തൊട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു ക്ലാഡിംഗ് പ്ലസ് ഒരു സിൽവർ ഫിനിഷ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഈ ഒരു ഡിസൈനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു കേർവ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻ ആ ഒരു ഗ്ലാസ് ഏരിയ ഭാഗങ്ങൾ കാണുന്നുണ്ട്. ബോക്സി ഷേപ്പാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ബോക്സി ഷേപ്പ് അല്ല, ഇവിടുന്ന് ഒരു കേർവ്ഡ് ആയിട്ടുള്ളൊരു പോർഷൻ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ത്യയുടെ സ്പേസ് കാണുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. PSIയിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ. കിയയുടെ തന്നെ EV9 ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനാണ് കാണുന്നത്. കുറച്ചുകൂടി ഒരു ക്യൂട്ട് ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ഫീലാണ്. അതിൽ തന്നെ ടെയിൽ ലാമ്പ് യൂണിറ്റ് നോക്കി ഒരു L ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് കണക്റ്റഡ് ടു ഈ ഒരു റിയർ സൈഡ് പ്ലസ് റിയറിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ്. അപ്പോൾ അതേപോലെ തന്നെ ഡിഫോഗേഴ്സ്, വൈപ്പേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഈ ഒരു ഭാഗത്തായിട്ടും ഒരു ഇൻഡിക്കേറ്ററിൻ്റെ യൂണിറ്റും റിയർ ടെയിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അറ്റാച്ച് ടു ഈ ഒരു ബമ്പറിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഈ രണ്ട് ഭാഗങ്ങളും അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡിസൈനിലാണ് കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് സ്പേസ് വരുമ്പോഴത്തേക്കും വളരെ ഗംഭീരമായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് കേട്ടോ. ലാർജ് സ്പേസ് കിട്ടുന്നുണ്ടെന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു. നമുക്ക് ലോങ് ജേർണിക്കാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ 60-40 സ്പ്ലിറ്റ് സീറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫിഗേഴ്സ് നമുക്കിപ്പം ഡയമെൻഷൻസോ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഒരു കിയ അനൗൺസ് ചെയ്തിട്ടില്ല. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു റിയർ സൈഡിലെ സീറ്റ്സ് ആഡ് ഓൺ ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്ലൈൻ ചെയ്യാൻ വേണ്ടിയും സീറ്റ്സ് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഇൻസൈഡ് നോക്കുമ്പോഴത്തേക്കും നോക്കാം. പ്രധാനപ്പെട്ട ഭാഗം, അതായത് ഈ ഒരു റിയർ സൈഡിലെ സ്പേസ് നോക്കിയേ, നമുക്ക് ലോങ്ങിലേക്ക് കംഫർട്ടബിൾ ആണ് ഈ ഒരു വാഹനം എടുത്തു പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഉണ്ട് കണ്ടല്ലോ. അതേപോലെ തന്നെ നമുക്ക് റിക്ലൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനും ഉണ്ട് കണ്ടല്ലോ. ഇത്രയും റിക്ലൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് പോകുമ്പോഴത്തേക്കും സെയിം ഫ്രണ്ടിൽ കിട്ടുന്ന സെയിം കംഫർട്ട് തന്നെ റിയർ സൈഡിലും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു സ്വിച്ചസ് ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ നോക്കുമ്പോഴത്തേക്കും വലിയൊരു സൺറൂഫ് ഏരിയ കിട്ടുന്നുണ്ട് കേട്ടോ. പനാറോമിക് സൺറൂഫ് കിട്ടുന്നുണ്ട്. സെൻട്രലായിട്ട് നമുക്കൊരു കപ്പ് ഹോൾഡർ കം
ഒരു ഹാൻഡ് സപ്പോർട്ട് വരുന്നുണ്ട്. സ്മാർട്ട് എയർ പ്യൂരിഫയറിൻ്റെ ഇൻസെഷൻ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. AC വെൻസ്, ചാർജിങ് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണാം. അതേപോലെ നമുക്ക് ഡോട്ട് പാഡ്സ് നോക്കുമ്പോഴത്തേക്കും ഒരു പ്രൈവസിക്ക് ഒരു കേർട്ടൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം നോക്കുമ്പോൾ കുറച്ചുകൂടി നീറ്റാണ്. കുറച്ചൊരു ഹാൻഡ് സപ്പോർട്ടൊക്കെ കൊടുത്തുകൊണ്ട് എന്താ പറയുക, റിയർ സൈഡ് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടാണ് ഈ ഒരു വർക്കിൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റിയർ സൈഡിലെ കംഫർട്ട് കണ്ടല്ലോ. സബ് 4 മീറ്റർ കോമ്പാക്ട് SUV കാറ്റഗറിയിലേക്ക് കിട്ടുന്ന വെഹിക്കിൾസിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സ് കിട്ടുന്ന ഒരു വാഹനമായിട്ടാണ് സൈറോസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ടിലൊന്ന് നോക്കാം. ഇനി പ്രധാനപ്പെട്ട ഭാഗം സൈറോസിൻ്റെ ഇൻസൈഡ് നോക്കുമ്പോഴത്തേക്കും ഡ്രൈവർ പോർഷൻ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ. അതിൽ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നോക്കി വളരെ നീറ്റായിട്ടുള്ള ഇൻസേഷനാണ്. അതിൽ ഡ്രൈവ് മോഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻസ് ഇവിടെ സ്വിച്ചസ് ത്രൂ പോലെ കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ കാണുന്നത്. അതേപോലെ തന്നെ പാഡ് ഷിഫ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ നീറ്റായിട്ട് ഓവറോൾ നീറ്റ് ഇൻസേഷനാണ് ഈ ഫ്രണ്ട് ലുക്കിൽ കാണുന്നത്. പിന്നെ നമുക്ക് മറ്റു കാര്യം നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഡ്രൈവർ സീറ്റ് നോക്കുമ്പോഴത്തേക്കും 4-way അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ രീതിയിലുള്ള സീറ്റ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഹെഡ് റെസ്റ്റ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിലും പുതിയൊരു രീതിയിലുള്ള കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഹെഡ് റെസ്റ്റ് സീറ്റിംഗ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. 4 നമുക്ക് സീറ്റ്സ് നോക്കിയാലും വെന്റിലേറ്റർ സീറ്റ്സ് ആണ് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ ഒരു ഭാഗത്തെ നമുക്ക് വയർലെസ് മൊബൈൽ ചാർജിങ് ഓപ്ഷൻ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അതൊരു പുതിയൊരു ഡിസൈനിലാണ് കാണുന്നത്. സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഭാഗങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അതും കുറച്ചുകൂടെ ക്വാളിറ്റി സ്റ്റഫാണ് കാണുന്നത്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഈ ഒരു ഭാഗത്തായിട്ട് സ്വിച്ചസ് ത്രൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, അതേപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറയുടെ കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അതേപോലെ യൂട്ടിലിറ്റി സ്പേസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ ഈ ഒരു ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് AC വെൻസ് അറ്റാച്ച് ടു ഈ ഒരു ഡിസൈനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡിസൈനിലാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇവിടെ സ്വിച്ചസ്, ഇതിൻ്റെ മോഡ്സ് കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത്, ACയുടെ കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന രീതി കാണിച്ചിട്ടുണ്ട്. ചാർജിങ് ഓപ്ഷൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് C കേബിൾ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നോർമൽ 12 വോൾട്ടിൻ്റെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് ഓണാക്കി കാണിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇല്ല. ഡിസ്പ്ലേ വരുമ്പോഴത്തേക്കും 12.3 ഇഞ്ചിൻ്റെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റവും ക്ലസ്റ്റർ ഭാഗങ്ങളും സെയിം 12.3 ഇഞ്ചിൻ്റെ ആ ഒരു ഭാഗങ്ങളുണ്ട്. ഇതൊരു കണക്റ്റഡ് ടൈപ്പ് ഓഫ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ സീറ്റിംഗ് പൊസിഷൻ നോക്കുമ്പോഴേക്കും അത്യാവശ്യം ഹൈറ്റിലാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ രീതിയിൽ 4-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ രീതിയിലുള്ള ഡിസൈനൂടെ ആയതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ പിന്നെ ഈ ഒരു വാഹനത്തെ പറ്റി എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട്, അതായത് സസ്പെൻഷൻ സെറ്റപ്പ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി സ്റ്റഫിലാണെന്നാണ് പറയുന്നത്. സോ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഓടിച്ച് നോക്കുമ്പോഴാണല്ലോ കുറച്ചുകൂടെ അറിയാൻ പറ്റുക. പിന്നെ സേഫ്റ്റി സൈഡ് ആണെങ്കിലും 6 എയർ ബാഗ് വരുന്നുണ്ട്, ABS EBD തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അഡാസിൻ്റെ ലെവൽ 2 സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഓട്ടോണോമസ് ആയിട്ടുള്ള കുറേ ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സൈറോസ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് പറഞ്ഞതേ ഉള്ളൂ, കാരണം വളരെ ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ പ്രൈസിങ് ഈ പറഞ്ഞ പോലെ ഒരു 9 ലക്ഷം മുതൽ സ്റ്റാർട്ടിംഗ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. പ്രൈസ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിളിൽ ഇപ്പോൾ ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളും കണ്ടല്ലോ. ഇപ്പോൾ സെക്കൻഡ് റോ പോലെയുള്ള ഭാഗത്തൊക്കെ സ്ലൈഡിംഗ് സീറ്റ്സ്, അതേപോലെ തന്നെ റിക്ലൈനിങ് ഓപ്ഷനൊക്കെ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് തന്നെ ആദ്യമായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഓവറോൾ ക്വാളിറ്റി വൈസും എഞ്ചിൻ്റെ ഭാഗങ്ങളും ഒക്കെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിളിൽ എത്രത്തോളം വില വരുന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് കാറുകൾ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ കൂടി ആയിരിക്കും. ജനുവരി മുതൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആതിര മുരളി ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ താഴെ കമൻറ്റിലോ ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.